പാവറട്ടി മെർച്ചന്റ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചൊവ്വാഴ്ച നടക്കും. പൊതുയോഗത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരവും നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 48 വർഷത്തിൽ ഇതാദ്യമായാണ് മത്സരം നടക്കുന്നത്. നിലവിലെ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ്, പ്രമുഖ വ്യവസായി VG സെബാസ്റ്റ്യൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ചൊവ്വാഴ്ച 4 മണിക്ക് ജോളി വില്ല ഹാളിൽ നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിനു ശേഷമായിരിക്കും മത്സരം നടക്കുക. രഹസ്യ വോട്ടിംഗിലൂടെ ആയിരിക്കും പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. സംഘടനയിൽ ആകെ 326 അംഗങ്ങളാണുള്ളത്. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് വരണാധികാരിയാകും. 6 വർഷക്കാലം സംഘടനാ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ് AJ വർഗീസ് എന്നാണ് വിലയിരുത്തൽ. പുതിയ മാറ്റത്തിന്റെ തുടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് VG സെബാസ്റ്റ്യൻ മത്സരിക്കുന്നത്. ഇരുവിഭാഗങ്ങളും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങി. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചുമുള്ള പ്രചാരണവും ശക്തമാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണി മുതൽ അസോസിയേഷനിൽ ഉൾപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾ മുടക്കായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാവറട്ടി മെർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി കൂടുകയാണ്. അതിലെ പ്രധാനമായിട്ടും വാർഷിക മീറ്റിംഗിന്റെ കണക്കെടുപ്പും റിപ്പോർട്ട് അവതരിപ്പിക്കലും അതോടൊപ്പം തന്നെ അടുത്ത 26-28 വർഷത്തെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയാണ്. ഈ 6 വർഷക്കാലമായി പാവറട്ടി മെർച്ചന്റ് അസോസിയേഷനെ നയിക്കുമ്പോൾ വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക രംഗം ഉറപ്പാക്കുകയും ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. പൊതുസമൂഹത്തിന് ക്യാമറകൾ സ്ഥാപിച്ച് അതിനൊരു മാതൃകയായി കേരളത്തിലെ ഒരു സ്ഥലത്തും ചെയ്യാത്ത രീതിയിലുള്ള ക്യാമറ കണ്ണുകൾ പാവറട്ടിയിലെ സുരക്ഷാ കണ്ണുകൾ പാവറട്ടിക്കും വ്യാപാര സമൂഹത്തിനും പൊതുസമൂഹത്തിനും വേണ്ടി ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അമ്മയ്ക്കും മകൾക്കും നളിനി എന്നൊരു ചേച്ചിക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ KA വിൽസന്റെ വേർപാട് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഭവനമില്ല. ആ ഭവനം നിർമ്മിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇത്തരത്തിലുള്ള വ്യാപാരികൾക്കും വ്യാപാര സമൂഹത്തിനും അതുപോലെ തന്നെ ഈ പൊതുസമൂഹത്തിനും പാവറട്ടിയിലെ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചു. ഇനിയും ഒരു തുടർച്ച അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ലൊരു ടീം ഇപ്പോഴും പാവറട്ടി മെർച്ചന്റ് അസോസിയേഷനുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം മത്സരിക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ പാവറട്ടിയിലെ ഇതുവരെ കാണാത്ത ഒരു 48 വർഷമായിട്ട് പാവറട്ടിയിലെ വ്യാപാര ഏകോപന സമിതിയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇലക്ഷൻ. ഈ ഇലക്ഷൻ വരാനുള്ള കാരണം മുന്നത്തെ ഭരണസമിതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കൂട്ടായ്മ കുറവും ഒത്തുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ ഒന്നിച്ച് നിൽക്കുന്ന ഒരുപാട് വ്യാപാരികൾ, പഴയ വ്യാപാരികൾ എല്ലാവരും കൂടി പറഞ്ഞു എൻ്റെ അടുത്ത് നിൽക്കണം, സഭാഷ് നിൽക്കണം. ഒരുപാട് ബിസിനസ്സൊക്കെ നാട്ടിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും താല്പര്യം കയറി വരണം. അത് നമ്മളൊരു വ്യക്തിവൈരാഗ്യത്തിനോ അല്ലെങ്കിൽ ഒരു ലാഭത്തിനൊന്നുമില്ല. ആ ഒരു കൂട്ടായ്മ അങ്ങനെ നിൽക്കാനും നമ്മുടെ സംഘടനയെ നിലനിർത്താനും വേണ്ടി ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എഴുതി നിൽക്കണം, എഴുതുന്നേ പറ്റുള്ളൂ. അപ്പോൾ പുതിയ ആശയങ്ങളും പുതിയ രീതികളും കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. പുതിയ ആൾക്കാർ ഭരിക്കണം എന്നും ഒരാൾ ഭരിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ രീതികളുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആശയം വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരാൻ കാരണം. പിന്നെ നാടിൻ്റെ വളർച്ചയും അതിനൊപ്പം സംഘടനയുടെ വളർച്ചയും എല്ലാം കൂടി ആഗ്രഹിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. സ്വാർത്ഥമായ ചിന്താഗതികളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു പുറക്കീഴിൽ നിന്ന് സ്വതന്ത്രമായി എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ, ഉണ്ടാക്കി കൊടുക്കും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്.